വളരെ നാളുകളോളമായി കേരളത്തിലെ ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണവ്യവസ്ഥിതി മാറണം. ഈ വ്യവസ്ഥിതി ഏതോ ഒരു കാലത്ത് ആർക്കോ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ചൂഷണം ചെയ്യാനും കൊള്ള നടത്താനും വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. ക്ഷേത്രങ്ങളിൽ ജനാധിപത്യം ഉണ്ടാകണം. ഇപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാലമാണ്. ജനകീയ ആസൂത്രണമൊക്കെ നടപ്പിലാക്കി ത്രിതല പഞ്ചായത്തൊക്കെ വന്ന് ജനങ്ങളിലേക്ക് അധികാരം കൈമാറി അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം ജനങ്ങൾക്കും കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി നിയമനിർമ്മാണം നടത്തിയ ഒരു കാലമാണ്. പക്ഷേ ക്ഷേത്രങ്ങളിൽ മാത്രം അത് നടപ്പിലാക്കിയിട്ടില്ല. ക്ഷേത്രത്തിൽ കേന്ദ്രീകൃത ഭരണമാണ്. അത് വികേന്ദ്രീകരിക്കണം. അത് ഭക്തജനങ്ങളിലേക്ക് കൈമാറണം. ഇതാണ് നമ്മുടെ ഏറ്റവും ന്യായയുക്തമായ, ധാർമ്മികമായ, നിയമവിധേയമായ ആവശ്യം. കാരണം ഇത് സംബന്ധിച്ച് ഒട്ടേറെ കോടതി വിധികളുണ്ട്, കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശബരിമലയിലെ വിഷയം മുൻകൂട്ടി കണ്ട 2000 ജൂൺ 6 കേരള ഗവൺമെൻറ്റിന് സമർപ്പിച്ച ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ കമ്മീഷൻ റിപ്പോർട്ട്, അദ്ദേഹം എങ്ങനെയായിരിക്കണം ശബരിമല ക്ഷേത്രം ഭരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണ സംവിധാനം അടിമുടി മാറണം. ഇത് നിരവധി ചൂഷണങ്ങൾക്കും അഴിമതിക്കും ക്രമക്കേടിനും ഇടവരുത്തുന്നതാണ് എന്ന് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കണ്ടതാണ്. ശബരിമലയിൽ ഭക്തജന പ്രതിനിധികളെ ഉൾപ്പെടുത്തി പന്തളം കൊട്ടാരത്തിൻ്റെയും തന്ത്രി മുഖ്യന്മാരുടെയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. 2000 അദ്ദേഹം ശബരിമലയിൽ 57 പമ്പ ഹിൽ ടോപ്പിൽ 57 അയ്യപ്പന്മാർ തള്ളലിലും തിക്കിലും തിരക്കിലും മരണപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ റിപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമല എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഹരിവരാസനം പദ്ധതിയുണ്ട്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു ഹൈപവർ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച മറ്റൊരു കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട്. മാത്രവുമല്ല, കേരള നിയമസഭ ഒരു പാരിസ്ഥിതിക കമ്മിറ്റി AV താമരാക്ഷൻ MLA അധ്യക്ഷനായി മറ്റൊരു കമ്മിറ്റി റിപ്പോർട്ടും നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രഭരണ വ്യവസ്ഥിതി എങ്ങനെയായിരിക്കണം. അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ കഴിയുന്നത് 1983 KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ നിയോഗിച്ചത് തന്നെ പൂജനീയ ചിന്മയാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ 7 ഹൈന്ദവ സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിയെയും ഗവർണറെയും കണ്ട് നിവേദനം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേ പറഞ്ഞു ചിന്മയാനന്ദ സ്വാമിജി, അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ വ്യവസ്ഥിതി ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കും. ഇത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉഴുതുമറിച്ച് സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ഒരു കറവപ്പശുവായി മാറുകയാണ്. അത് അന്ന് ഗവർണറോടും പറഞ്ഞതാണ്. അങ്ങനെയാണ് KP ശങ്കരൻ നായർ കമ്മീഷനെ നിയോഗിച്ചത്. പക്ഷേ ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഈ വ്യവസ്ഥിതി മാറണം, ഈ നിയമം മാറണം. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ ഭരണ വ്യവസ്ഥിതിയാണ്. ഈ കാലഹരണപ്പെട്ടുപോയ ചീഞ്ഞു നാറിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു അവശിഷ്ടമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നിയമം നിലനിൽക്കുന്നത്. അതുകൊണ്ടത് മാറുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ക്ഷേത്ര വിമോചനത്തിന് ആവശ്യം. ഭരണം ഭക്തജനങ്ങളിലേക്ക് കൈമാറണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് ആർക്ക് കൈമാറണം? ഈ ചോദ്യം പണ്ടും ഇവിടെ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർ ചോദിച്ച ചോദ്യമാണ്. ഞങ്ങൾ പോകാം, പക്ഷേ ഈ ഭരണം ആർക്ക് കൊടുക്കണം? പക്ഷേ 1947 ഭരണം കൊടുത്തിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ പോയിട്ട് ഇപ്പോൾ എന്താ? ബ്രിട്ടീഷുകാരുണ്ടെങ്കിലേ ഇവിടെ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും അവർ കരുതിയിട്ടുണ്ടാവും. എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാർ. ഞങ്ങളില്ലെങ്കിൽ ക്ഷേത്രം ആര് ഭരിക്കുന്ന? ഭരിക്കാം, ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഭരിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1200 ക്ഷേത്രമുണ്ട്. പക്ഷേ ഇവിടെ 10,000 കണക്കിന് ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്.
അതൊക്കെ ഭരിക്കുന്നത് ഭക്തജനങ്ങളാണ്. അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പല ക്ഷേത്രങ്ങളും വലിയ വലിയ വൻകിട പ്രോജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലുണ്ടാവണം. ജനാധിപത്യ ഭരണ വ്യവസ്ഥയിലേക്ക് ക്ഷേത്രഭരണം മാറണം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യകത. അത് നേടിയെടുക്കാൻ സാധിക്കണം. അത് ഈ പാർലമെൻറ്റ് ഇതിനു മുമ്പ് നമ്മൾ പല ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ജേക്കബ് തമ്പി എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചപ്പോൾ അന്നും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇത് വ്യവസ്ഥിതിയുടെ തകരാറാണ്. എന്തുകൊണ്ട് ജേക്കബ് തമ്പി അവിടെ വരുന്നതിൻ്റെ കാരണം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും തയ്യാറില്ലാത്ത മന്ത്രിമാർ, MLA മാർ, അവരൊന്നും ഈശ്വരനാമത്തിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്യത്തില്ല. ഈ കേരളത്തിലെ മന്ത്രിമാരിൽ 1-2 പേര് മാത്രമാണ് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരു ക്ഷേത്ര ഭരണാധികാരിയെ നിശ്ചയിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കും. അത് ക്ഷേത്ര വിശ്വാസം വേണമെന്നില്ല, ഈശ്വര വിശ്വാസം വേണമെന്നില്ല, അവർക്ക് താല്പര്യമുള്ള ഒരാൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വരുമാന മാർഗ്ഗമാണ്. പാർട്ടി ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭരിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു ഇടമാണ് ക്ഷേത്രം. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറെ നിയമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ബോർഡിൻ്റെ ഒക്കെ ഡയറക്ടർ ബോർഡിലേക്ക് ആളിനെ നിശ്ചയിക്കുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെയും ഭരണാധികാരികളെ നിശ്ചയിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അന്നേ നമ്മൾ ആരംഭിച്ചതാണ് ക്ഷേത്ര വിമോചന പ്രസ്ഥാനം. അന്നേ നമ്മൾ വളരെയേറെ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അന്ന് സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിയിട്ടുണ്ട്. KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദീർഘനാളുകളോളം, അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യ സമരം കിട്ടാൻ എത്രയോ ദീർഘനാളുകളോളം സമരം നടന്നിട്ടുണ്ട്. ഒരു സമരവും പരാജയപ്പെട്ടിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അത് പരാജയമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷം എത്രയോ സമരമുഖങ്ങൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ അതിലൂടെയാണ് ഒരു നേതൃത്വം ഉരുത്തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിലൂടെ ഒരു നേതൃത്വം ഉരുത്തിരിഞ്ഞു വരും. പക്ഷേ നമ്മൾ ഈ ഹാളിലിരിക്കുന്ന ഇത്രയും ആളുകൾ വിചാരിച്ചാൽ, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയുന്നു, ഈ ഹാളിലിരിക്കുന്ന ഇത്രയും ആളുകൾ വിചാരിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ടും വിമുക്തമാക്കി സ്വതന്ത്രമാക്കി മാറ്റിയെടുക്കാനുള്ള കർമ്മശേഷി, ധാർമ്മിക ശേഷി, ജനശക്തി നമുക്കുണ്ട്. എന്തിൻ്റെ കുറവാണ് നമുക്കുള്ളത്? പക്ഷേ നമ്മളൊന്ന് ഉണരണം. നമ്മൾ ഇതിന് 100 കൂട്ടം ന്യായങ്ങൾ പറയുന്നത് നമ്മളൊക്കെ ഒത്തുകൂടുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ. ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഓരോ ക്ഷേത്രങ്ങളിലും വലിയ അഴിമതികൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ കാണിക്കവഞ്ചിയിലിടുന്ന പണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് എല്ലുമുറിയെ ചോരനീരാക്കി പണിയെടുക്കുന്ന പാവപ്പെട്ടവർ കാണിക്കവഞ്ചിയിൽ ഇടുന്ന പണത്തിൽ അവൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട്, അവൻ്റെ കണ്ണുനീരുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യത്വമില്ലാത്ത ഭരണാധികാരികൾ ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് പറഞ്ഞ് എല്ലാം വാരിക്കോരി എടുത്തുകൊണ്ട് പോകുന്ന ഭരണാധികാരികൾ, അവരൊക്കെ തൂങ്ങും, ഒരു സംശയവും വേണ്ട. കാരണം അയ്യപ്പൻ സത്യമാണ്. ഈ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യം സത്യമാണ്. നിരവധി മഹാത്മാക്കളുടെ തപസ്സിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സത്യമാണ്. ആ സത്യത്തിൻ്റെ മുന്നിൽ ഇതുപോലുള്ള ദ്രോഹികൾ മുട്ടുകുത്തും. ഒരുപക്ഷെ പിന്തിരിഞ്ഞ് അവർക്ക് എങ്ങും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇനിയിപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ്റെ ഈ തിരുവാഭരണത്തിൻ്റെ കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതും കൂടി ഒന്ന് പുറത്തു വരട്ടെ, അറിയാം എത്രത്തോളം ആഴത്തിലുള്ള അഴിമതികളും ദുർനടത്തിപ്പുകളുമാണ് നടന്നിരിക്കുന്നതെന്ന്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പാവനമായ, പവിത്രമായ, സംശുദ്ധമായ ക്ഷേത്ര സന്നിധി ഇതുപോലുള്ള ചില ദ്രോഹികൾ കടന്നു കയറി അത് മുഴുവൻ കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഭക്തജനങ്ങൾക്ക് സാധ്യമല്ല. ആ ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ പോകണം. ഈ ഹാളിലിരിക്കുന്ന ഇത്രയും ആൾ പ്രതിനിധികളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് കണ്ടു കേട്ട് കൈയടിച്ച് പോകാനല്ല നിങ്ങൾ വന്നു. കൈയടിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ ധാരാളം കാര്യങ്ങൾ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം. വീറും അല്ലെങ്കിൽ വലിയ വലിയ വാഗ്ദാനങ്ങളോ വലിയ മേനി നടിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ രംഗത്തേക്ക് ഇറങ്ങണം. ഇതിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ നടക്കണം, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടക്കണം, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കണം. ഒരു സംശയവും വേണ്ട, ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട്. സത്യം നമ്മുടെ ഭാഗത്താണ്. ധർമ്മവും സത്യവും നീതിയും നമ്മുടെ ഭാഗത്താണ്. അതുകൊണ്ട് ധൈര്യമായി
സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എങ്ങനെയാണോ സ്വാതന്ത്ര്യ സമര സേനാനികൾ രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി രംഗത്തിറങ്ങി പുറപ്പെട്ട് ഈ നാടിനു വേണ്ടി ഇത്രയധികം വലിയ ത്യാഗങ്ങൾ സഹിച്ചത്, അതുപോലെ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാകണം. അങ്ങനെ ഭക്തജനങ്ങൾ എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും, എത്രമാത്രം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നാലും, ചോര ചിന്തേണ്ടി വന്നാലും, ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും, ഞങ്ങളുടെ ക്ഷേത്രങ്ങളെ ഈ ദ്രോഹികളുടെ കരങ്ങളിൽ നിന്നും വിമോചിപ്പിക്കും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് സമരാങ്കണത്തിൽ, സമരമുഖങ്ങളിൽ തീപ്പന്തങ്ങളായി നിൽക്കാൻ കഴിയുന്നവർ ഉണ്ടായാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ പിരിയുന്ന ഇവിടെ കർമ്മപദ്ധതി പ്രഖ്യാപിക്കും. നമ്മൾ എല്ലായിടങ്ങളിലേക്കും കടന്നിറങ്ങി ചെല്ലണം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവപ്രശ്നം അനിവാര്യമാണ്. കാരണം അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ദേവഹിതം അറിയേണ്ടത്. ഇനി ദേവഹിതം അറിയാൻ വേണ്ടി നടത്തുന്ന അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിലൂടെ ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തു വരും, ധാരാളം കാര്യങ്ങൾ പുറത്തു വരും. പക്ഷെ പുറത്തു വരുമ്പോൾ നമുക്കൊരു കടമയുണ്ട്. ഇതെല്ലാം പുറത്തു വരുമ്പോൾ സാധാരണ ഭക്തജനങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത തലമുറ ചോദിക്കുന്നു, ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ചോദ്യമാണ്. അത് നമ്മുടെ മനസ്സാക്ഷി ഉള്ളവർക്ക് സഹിക്കില്ല, ക്ഷമിക്കില്ല, പൊറുക്കില്ല. നമ്മളെന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം വരും. ഇനി നാളെ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാവും, വേറെയും പലരും ജയിലിലാവും, പലരും ജയിലായിക്കൊണ്ടിരിക്കും. അയ്യപ്പൻ വിടത്തില്ല. അയ്യപ്പൻ സത്യമാണ്. അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അത് ശബരിമലയുടെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ശബരിമലയിൽ ആരൊക്കെയാണോ കൃത്രിമം കാണിച്ചിട്ടുള്ളത്, അവിടെ എടുക്കുന്ന അയ്യപ്പ ഭക്തൻ്റെ എടുക്കുന്ന ഒരു ചായയ്ക്ക് 10-25 രൂപ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും അവനും അനുഭവിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. അവിടെ കൊണ്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവരുണ്ട്. അവരെ എല്ലാം പിച്ചച്ചട്ടി പിടിച്ച് തെണ്ടി നടക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. അത് ശബരിമലയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ശബരിമല പൂങ്കാവനം അത് തന്നെയാണ്. ആ പൂങ്കാവനം കയ്യേറ്റം നടത്തി ആൾക്കാർ, ശബരിമല ചേർത്ത് തീവെപ്പ് നടത്തിയവർ എല്ലാവരും, ഞാനതിൻ്റെ പേരെടുത്തോ പറയാനോ എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല. നമ്മോടൊപ്പം അയ്യപ്പനുണ്ട്, ഒരു സംശയവും വേണ്ട. ഈ ഇരിക്കുന്ന നമ്മോടൊപ്പം അയ്യപ്പനുണ്ട്. പക്ഷേ നമ്മൾ അയ്യപ്പനോടൊപ്പം ഉണ്ടോ? അല്ല ഉണ്ടോ? അയ്യപ്പൻ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ശബരിമലയോടൊപ്പം ഉണ്ടാവണം. എന്തും വരട്ടെ, വെടിയിപ്പുണ്ടാകുന്നതിനുണ്ടാകട്ടെ, വിരിമാറ് കാണിച്ച് നിറതോക്കിൻ്റെ മുന്നിലേക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പോകാൻ അയ്യപ്പ ഭക്തന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ പലതും നടക്കും. കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണം, ഒരു വലിയ വിപ്ലവം ഉണ്ടാകണം. അത് ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. അയ്യപ്പൻ പാവങ്ങളുടേതാണ്. കാരണം അവിടെ വരുന്നവർ എല്ലാവരും സ്വന്തമായി പണം സ്വരൂപിച്ച് കഷ്ടപ്പെട്ട് ഒരു വർഷക്കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണവും ആയിട്ടാണ് അയ്യപ്പന്മാരോട് വരുന്നത്. അവരുടെ ഹൃദയാന്തരാളത്തിൽ ജ്വലിക്കുന്ന ഒരു വികാരമാണ്. ആ വികാരത്തെ നശിപ്പിക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല. എത്ര തീവ്രവാദികൾ ശ്രമിച്ചാലും നടക്കില്ല. കാരണം അവസരത്തിനൊത്തുയർന്ന് ഈ ക്ഷേത്രത്തെ പരിരക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹം എന്നും ഉയർത്തെഴുന്നേറ്റ് വരും. അതിലൊരാളാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരാളാകാൻ ഓരോരുത്തർക്കും സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതാകണം. ഇത് കാലം നമ്മോട് ആവശ്യപ്പെടുന്നു, സമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ സമ്മേളനം തന്നെ എത്രയോ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ഹിന്ദുക്കളുണ്ട്. അവരുടെ ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നിറങ്ങി ചെല്ലണം. ഈ ദ്രോഹം കാണിച്ച ക്ഷേത്രത്തെ ധ്വംസിക്കാൻ, ക്ഷേത്രത്തെ വിശ്വാസം തകർക്കാൻ വേണ്ടി ശ്രമിച്ച വൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊന്നുമല്ല, നിരവധി ആളുകളുണ്ട്. ഒരു വാസു, അതിനു ഇതെല്ലാം കൂടെ എടുത്തു കൊണ്ടുപോകാൻ ഒരു വാസുദേവൻ, പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി സെക്രട്ടേറിയറ്റിലിരിക്കാൻ ഒരു വാസവൻ, എല്ലാം നല്ല വാസനയുള്ള ആളുകളാണ്. അങ്ങനെയുള്ളൊരു ഒരു കൂട്ടമാണ്. ഇതൊരു ചെറിയ മീനൊന്നുമല്ല, ഇതൊരു വൻ സ്രാവുകളാണ്,
വൻ സ്രാവുകളാണ്. ഇനി പിടികൂടാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത്, ഇന്നിപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വാർഷികമാണ്. നിങ്ങളെല്ലാവരും പ്രഖ്യാപിക്കണം, ഞങ്ങൾക്ക് വേണ്ടത് ഭരണപ്രവേശന വിളംബരമാണ്. ഈ 89ാം വർഷത്തിൽ ഇത് നവതി ആഘോഷമാണ്. അടുത്തൊരു വർഷം നവതിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ നവതി ആഘോഷം നടക്കുകയാണ്. ഈ വേളയിൽ നമുക്കെല്ലാവർക്കും സമൂഹത്തിൽ ഒരാവശ്യം, ഭരണപ്രവേശന വിളംബരം നമുക്കാവശ്യമാണ്. ആ വിളംബരം നടത്താൻ നമ്മുടെ നേതൃത്വത്തിൽ ആളുകളുണ്ടാവണം. ആ നേതൃത്വം ഉരുത്തിരിഞ്ഞു വരും, പ്രക്ഷോഭത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരും. അങ്ങനെ ഒരു നല്ല നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ നാട്ടിൽ ക്ഷേത്രങ്ങൾ, അവിടെ ദർശനം നടത്തുന്നവർ, ശബരിമല ക്ഷേത്രത്തിലെ ഗുരുസ്വാമിമാർ, അവർക്കെല്ലാവർക്കും ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു നല്ല ദിനമുണ്ടാകുമ്പോഴാണ് ക്ഷേത്രങ്ങൾ വിമോചനം ഉണ്ടാകുന്നത്. അതേതായിരുന്നാലും ഉണ്ടാകട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സർക്കാരിന് എപ്പോഴും നോട്ടം കഴുകക്കണ്ണാണ്. കഴുകൻ്റെ കണ്ണ് എവിടെയാണ്? ശബരിമല ക്ഷേത്രത്തിൻ്റെ മുകളിൽ കൂടി ഈ കഴുകൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. കഴുകക്കണ്ണാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയം വന്നപ്പോൾ അവിടുത്തെ ജില്ലാ കോടതി കേസ്, അതിനുശേഷം ഹൈക്കോടതി കേസ്, പിന്നെ സുപ്രീം കോടതി കേസ്. അവിടുത്തെ താഴത്തെ കോടതിയിൽ കേരള ഗവൺമെൻറ് എന്താണ് ആവശ്യപ്പെട്ടത്? പത്മനാഭസ്വാമി ക്ഷേത്രം വിട്ടുതരൂ, ഞങ്ങൾ ഭരിച്ചോളാം. കേരള ഗവൺമെൻറ്റിന് ഭരിക്കാൻ അനുവാദം തരണം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മോഡലിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിച്ചുകൊള്ളാം. അതായിരുന്നു അവരുടെ അഫിഡവിറ്റ്. താഴത്തെ കോടതി അനുവദിച്ചു, ഹൈക്കോടതി അനുവദിച്ചു, നല്ല കാര്യമില്ല. പക്ഷെ സുപ്രീം കോടതിയാണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താ? അന്ന് എന്തിനാണ് ഇവരിത് ആവശ്യപ്പെട്ടത്? അവിടുത്തെ നിലവറയിലിരിക്കുന്ന സാധനം വല്ലതും കിട്ടുമായിരുന്നു. ഇവർക്കെങ്ങാനും അന്ന് കോടതി വിധിച്ചതനുസരിച്ച് അവിടെ കേരള സർക്കാരാണ് ഭരിച്ചിരുന്നതെങ്കിൽ കണ്ണവിടെയാണ്, കഴുകൻ്റെ കണ്ണാണ്. അങ്ങ് അമൃത്സറിലെ സുവർണക്ഷേത്രമുണ്ട്. ഈ സുവർണക്ഷേത്രം ഇവരെങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ മുഴുവൻ ചെമ്പാക്കി വെച്ചാൽ, സുവർണക്ഷേത്രം ചെമ്പായാൽ ഒന്നും പറയണ്ട. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താഴെത്തട്ടിൽ ശില്പശാലകൾ നടത്തണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ 4 ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും കേട്ടില്ലേ? ഇത് വിശദമായിട്ട് പഠിക്കണം, ജനങ്ങളെ പഠിപ്പിക്കണം. അതിന് ശില്പശാലകൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നവരെ 10 പേരായാലും മതി. ഒരു ഗ്രാമത്തിൽ 10 പേരെ കിട്ടിയാൽ മതി. 5 പേരായാലും 5 പേര് മതി. അത് പഠിച്ചയാൾ, അത് സംസ്ഥാന തലത്തിൽ ശില്പശാല, ജില്ലാതലത്തിൽ ശില്പശാല, ചേട്ടാ ശില്പശാല. ഇത് പഠിപ്പിക്കണം. ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു അക്കാഡമിക് ലെവലിൽ മാത്രം പോരാ, ഇത് സാധാരണക്കാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നല്ല നല്ല ശില്പശാലകൾ നടത്തുക. താഴെത്തട്ട് വരെ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ ഒരുമിച്ച് കൂടി ഒരു ശില്പശാല നടത്തി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഭരണം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രഭൂമി മുഴുവൻ വീണ്ടെടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ എവിടെയെങ്കിലും ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടതെന്ന് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. 1,00,000 ഹെക്ടർ ആണ് ക്ഷേത്രത്തിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടതെന്ന് പരസ്യമായിട്ട് 1-ാം പേജിൽ പത്രത്തിൽ വാർത്ത കൊടുക്കാൻ ഇപ്പോൾ തയ്യാറാണ്. ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ഒരു കൊടി കുത്തിക്കോ, സമരം ആരംഭിച്ചോ. ഞാൻ വരാം. നടക്കുമോ? അല്ലാതെ പിന്നെ എങ്ങനെ ഇത് കോടതിയിൽ നിന്ന് വിമോചിപ്പിച്ചിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചാണിരിക്കുന്നത്. സമരമുഖങ്ങൾ തുറക്കണം. ഹിന്ദു ഐക്യവേദി സമര പ്രസ്ഥാനമാണ്, പ്രക്ഷോഭം നയിക്കേണ്ട പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അതിന് സ്വത്ത് വാരിക്കോരി കൂട്ടാനും സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാം. വല്ല സമരവും നടത്തി വല്ലവും റെയ്ഡ് ചെയ്തിനി സീൽ ചെയ്യണമെങ്കിൽ അതിനൊന്നുമില്ല. സീൽ ചെയ്യാൻ എന്താ സീൽ ചെയ്യാൻ? കാരണം പ്രക്ഷോഭ പ്രസ്ഥാനമാണ്. സമരമുഖങ്ങൾ തുറന്നു, അവിടെയെല്ലാം ജനങ്ങളെ സംഘടിപ്പിച്ച് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ കണ്ണുനീർ തുടച്ച് അവരെ കൈക്ക് പിടിച്ചുയർത്തിക്കൊണ്ടുവന്നു അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. നീ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും ദൂരം സഞ്ചരിച്ച് അത് നേടിയെടുക്കും വരെ, ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അത് നേടിയെടുത്ത് ഹിന്ദു സമൂഹത്തിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മധൈര്യവും ആത്മബോധവും പകർന്നു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി. ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.